കേറ്റഡ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ജാനുവരി 2019 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 നോക്കിയത്. അതിൻ്റെ കുറച്ച് പെൻഡിങ് പ്രോബ്ലംസും അതോടൊപ്പം തന്നെ ഒക്ടോബർ 2018 നടന്ന കേറ്റഡ് എക്സാമിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചേർത്താണ് ഈ പാർട്ട് 3 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. The difference of the sides and the difference of the areas of two squares are 3 cm and 39 square centimeter respectively. The sum of the areas of two squares is 25 square centimeter, 49 square centimeter, 64 square centimeter, 89 square centimeter. എന്താ നമുക്ക് തന്നിരിക്കുന്നത്? രണ്ട് സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ ഡിഫറൻസ് ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ്. രണ്ട് സ്ക്വയറുകളുടെ സൈഡുകളുടെ ഡിഫറൻസും തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഏരിയയുടെ ഡിഫറൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സ്ക്വയേഴ്സ് ഉണ്ട്. ഒരു സ്ക്വയറിൻ്റെ സൈഡിനെ നമുക്ക് എ ആയിട്ട് എടുക്കാം, അതേപോലെ ഒരു സ്ക്വയറിൻ്റെ സൈഡിനെ നമുക്ക് ബി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് a-b തന്നിട്ടുണ്ട്. a-b = 3. അതേപോലെ തന്നെ അവയുടെ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. a² - b² = 39. കാരണം സൈഡ് എ ആണെങ്കിൽ ഏരിയ a² ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a² + b² ആണ്. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b² പ്ലസ് a-b² എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം a+b² ആകുമ്പോൾ a² + b² + 2ab ആണ്. a-b² ആണെങ്കിൽ a² + b² - 2ab ആണ്. +2ab - 2ab പോയതിന് ശേഷം നമുക്ക് കിട്ടുന്നത് 2a² കിട്ടും, 2b² കിട്ടും. അതായത് 2 × a² + b² ആയിരിക്കും. അതായത് ഈ തന്നിരിക്കുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതാണ് a² + b². അപ്പോൾ a² + b² കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? a+b² + a-b² / 2 ആണ്. ഇതിൽ നമുക്ക് a-b എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഇനി ഒരു a+b കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി a+b കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് a² - b² നമുക്ക് എഴുതാൻ പറ്റും. a+b × a-b എന്ന് എഴുതാം, which is equal to 39. അങ്ങനെയാണെങ്കിൽ എന്താ a+b? സോ a+b = 39/a-b, that is 39/3 ആണ്. സോ ദ ആൻസർ ഈസ് 13. അപ്പോൾ a+b കിട്ടിയിട്ടുണ്ട്, നമുക്ക് a-b അറിയാം. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ a² + b² കിട്ടും. therefore a² + b² is equal to ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 13² that is 169 plus a-b² that is 3² 9 / 2 എന്ന് കിട്ടും. that is 178/2 which is equal to 89. So നമുക്ക് പറയാൻ പറ്റും the sum of the areas of two squares is 89. So the correct answer is D. Next problem. If a² is equal to 2, then a equals √3 √2 1/2 2. എന്താ പറഞ്ഞേക്കുന്നത്? ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെ വാല്യൂ ഏതാന്ന് നോക്കണം. ജസ്റ്റ് ഓരോ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് √3 ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുന്നത്? √3 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് √3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ √3 3 ആണ്. √3യെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3√3 ആണ്. അപ്പോൾ ഒരിക്കലും 2 കിട്ടില്ല. അടുത്ത √2 കൊടുത്താലോ? √2 കൊടുത്താൽ കിട്ടുന്നത് √2 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് √2 2 ആണ്. അപ്പോൾ √2 വീണ്ടും എടുക്കുമ്പോൾ അത് വീണ്ടും എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി. ബാക്കിയുള്ള ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല, കാരണം ഓൾറെഡി നമുക്കൊരു ആൻസർ കിട്ടി. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം. ദ ഫിഗർ ഷോസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ O ആൻഡ് റേഡിയസ് 1 യൂണിറ്റ്. ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സർക്കിൾ ഈസ്, ഫിഗർ തന്നിട്ടുണ്ട്, 2 സ്ക്വയർ യൂണിറ്റ്സ്, √3 സ്ക്വയർ യൂണിറ്റ്സ്, √3 + 1 സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് √3 + 2 സ്ക്വയർ യൂണിറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം നമ്മൾ നോക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് 1 തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് 2 ആയിരിക്കും. ഇനി ഇത് ഡയമീറ്റർ ആണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന ഇത്രയും പോർഷൻ ഒരു സെമി സർക്കിളാണ്. താഴെ വന്നേക്കുന്നതും സെമി സർക്കിളാണ്. സെമി സർക്കിളിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്ക് ഇത് എത്രയാണെന്ന് പറയാം? ഇതും 45 ആണ്. അതേപോലെ ഇത് 90 ആണ്, ഇത് 30 ആണെങ്കിൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ 60 ആണ്.
അപ്പോൾ ഈ മുകളിൽ തന്നേക്കുന്ന ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? മുകളിൽ തന്നേക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് 90, 45, 45 ആണ്. ഇനി 90, 45, 45 ആണ് എങ്കിൽ, അതായത് ആംഗിളുകൾ 45, 45, 90 ആണ് എങ്കിൽ അവയുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1:√2 ആയിരിക്കും. അപ്പോൾ സൈഡ് തമ്മിലുള്ള റേഷ്യോ 1:1:√2. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ ലെങ്ത് എത്രയാണ്? 2 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ് ലെങ്ത്. അപ്പോൾ റേഷ്യോയിനകത്ത് 90യുടെ സ്ഥാനത്ത് കിടക്കുന്ന √2 ആണ്. അപ്പോൾ നമുക്ക് അതിനെ 2 ആക്കണം. √2നെ 2 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2 ഇവിടെ √2 × √2 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 45, 45, 90 ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ബാക്കി രണ്ട് സൈഡും √2 ആയിരിക്കും. അതുകൊണ്ട് ഇത് √2 ആണ്, ഇതും √2 ആണ്. അതേപോലെ നമുക്ക് അടുത്ത നെക്സ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അതിനകത്ത് എടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഡിഗ്രി ഒന്ന് 90 ആണ്, ഒന്ന് 30 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് 90 ആണ്, ഒന്ന് 30 ആണെങ്കിൽ അടുത്തത് എന്താണ്? 60 ആണ്. ഇനി അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡുകൾ 30, 60, 90 ആണെങ്കിൽ അവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആയിരിക്കും. അപ്പോൾ 1:√3:2. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 2 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള സൈഡ് 1ഉം √3 ആയിരിക്കും. 30ക്ക് ഓപ്പോസിറ്റ് 1ഉം 60ക്ക് ഓപ്പോസിറ്റ് √3 ആയിരിക്കും. അപ്പോൾ നമുക്ക് സൈഡ് കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ സൈഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ രണ്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ട്രയാങ്കിളിൻ്റെ കൂടെ ആ ഏരിയ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ. അപ്പോൾ എന്താ ഏരിയ? സോ ഏരിയ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ½ BH. അപ്പോൾ ½ ഇൻറ്റു ബേസ് √2 ആണ്, ഹൈറ്റ് √2 ആണ്. പ്ലസ് രണ്ടാമത്തേത് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ½ ഇൻറ്റു ബേസ് 1 ആണ്, ഹൈറ്റ് √3 ആണ്. ഇവിടെ √2 × √2 2 ആണ്. ആ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസലായി പോവും. ബാക്കി കിട്ടുന്ന ആൻസർ നമുക്ക് 1 എന്ന് കിട്ടും. പിന്നെ എന്താ വരുന്നത്? 1 പ്ലസ് ഇവിടെ വരുന്ന ആൻസർ √3/2. ഇതാണ് ആൻസർ. 1 + √3/2. LC എടുത്താൽ എന്ത് കിട്ടും? 2 + √3/2. അപ്പോൾ 2 + √3/2 ഏതാണ്? ഫോർത്ത് ഓപ്ഷനാണ്. √3 + 2/2 സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ. നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് 1/x = x - 1 then 1 value of x is. എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1/x = x - 1 എന്നാണ് തന്നിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 = x² - x. ദാറ്റ് ഈസ് x² - x - 1 = 0 തരും. ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? -b ± ഇട്ട് സോൾവ് ചെയ്താൽ മതി. സോ x = -b, ദാറ്റ് ഈസ് 1 ± √(b²), ദാറ്റ് ഈസ് 1 - 4ac/2a, ദാറ്റ് ഈസ് 1 ± √(1 + 4/2) എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 ± √5/2 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? 1 + √5/2, 1 - √5/2 ആണ്. അതിൽ നമ്മുടെ കയ്യിലുള്ള ആൻസർ ഒരെണ്ണം ഉണ്ട്, 1 + √5/2. സോ ദ കറക്റ്റ് ആൻസർ ഈസ് C. Next problem, the highest power of 2 contained in 10 factorial. 10 factorial ഉള്ള 2വിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താ 10 factorial എന്ന് പറഞ്ഞാൽ? 10 factorial ഞാൻ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. അതിൽ 2 ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഒരിക്കലും ഓഡ് നമ്പേഴ്സിൻ്റെ കൂടെ 2 വരത്തില്ല. പിന്നെ ഏതിൻ്റെ കൂടെ 2 വരുള്ളൂ? ഈവൻ നമ്പേഴ്സിൽ മാത്രമേ 2 ഫാക്ടറായിട്ട് വരുള്ളൂ. അതായത് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10. ഇത്രയും നമ്പേഴ്സിനകത്താണ് 2 വരുന്നത് 10 ഫാക്ടോറിയലിനകത്ത്. ഇനി ഈ 2 എന്ന് പറഞ്ഞാൽ ഇത് 2⁻1 ആണ്. ഇനി 4 എന്ന് പറഞ്ഞാൽ അത് 2² ആണ്. 6നകത്ത് 3 × 2 ആണ്. അപ്പോൾ അതിനകത്ത് ഒരു 2നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 8 ആകുമ്പോൾ വരുന്നത് 4 × 2 ആണ്. 4 × 2 അതായത് 2³ ആണ് 8. ഇനി 10 ആകുമ്പോൾ അത് 5 × 2 ആണ്. അവിടെയും ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെല്ലാം ഫുൾ 2 ആണ്. 6നകത്ത് നമുക്ക് ഒരു 2 എടുക്കാം, 10 ഒരു 2നെ എടുക്കാം. മൊത്തത്തിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 ഇവിടെ ഇത് 2 എന്ന് പറഞ്ഞാൽ 2⁻1 ആണ്. അപ്പം 1, 3, 4, 7, 8. അപ്പം മൊത്തം എത്ര കിട്ടി? 2⁸ എന്ന് കിട്ടും. അപ്പോൾ 2⁸ ആണ് കിട്ടുന്നത്. അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. കറക്റ്റ് ആൻസർ C ആണ്. ഇത്രയും ആയപ്പോൾ ജാനുവരി 2019 പ്രോബ്ലംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ 2018 പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, ദ ഡയമീറ്റർ ഓഫ് എ ബൈസിക്കിൾ വീൽ വിച്ച് മേക്സ് 5000 revolutions in moving 11 kilometers is
50/pi centimeter, 100/pi centimeter, 120/pi centimeter and 220/pi centimeter. ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 11 കിലോമീറ്റർ ആണ് അത് മൂവ് ചെയ്യുന്നത് എങ്കിൽ ആ ബൈസിക്കിളിൻ്റെ ഡയമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബൈസിക്കിളിൻ്റെ വീല് തന്നിട്ടുണ്ട്. ആ വീലിൻ്റെ ഡയമീറ്റർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് 5000 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വീല് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കുന്ന പോയിന്റ് തിരിച്ചിപ്പുറത്ത് വരും. അതായത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുമെന്നാണ്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ടുള്ള 2πr ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 5000 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 2πr × 5000 ആയിരിക്കും അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. അതാണ് നമുക്ക് തന്നേക്കുന്നത് 11 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 റേഡിയസ് ആണ്, അതുകൊണ്ട് തന്നെ 2r ആണ് ഡയമീറ്റർ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? 2r കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 2r = 11 ഇനി പൈയും 5000 കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നേക്കുന്ന ഡയമീറ്റർ സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. ഇത് ഏതിലാണ്? കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഈ കിലോമീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. കിലോമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 11 × 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മീറ്ററിലേക്ക് മാറും. അതിനൊരു 100 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സെൻറ്റിമീറ്ററിലോട്ട് മാറും. ഡിവൈഡഡ് ബൈ 2r കഴിഞ്ഞാൽ ബാക്കി ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു പൈയും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു 5000 ഉണ്ട്. 3 zeros ക്യാൻസലായി പോവും. 5ഉം 100 കൂടെ ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി 20 എന്ന് കിട്ടും. 20 × 11 ദാറ്റ് ഈസ് 220 ഡിവൈഡഡ് ബൈ പൈ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ദ ഡയമീറ്റർ ഈസ് 220/pi ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bottle is 3/4 full of water. The water in the bottle can fill 5 glasses. The fraction of water left in the bottle if the water is poured out to fill 3 glasses is 3/10, 1/10, 7/10, 2/5. നമ്മളുടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ കയ്യിലൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലിനകത്ത് 3/4 പോർഷനകത്ത് വാട്ടർ ഉണ്ട്. അതായത് ഫുൾ വാട്ടർ ഇല്ല, അതിൻ്റെ 3/4 പോർഷനകത്ത് മാത്രമേ വാട്ടർ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വാട്ടറിനെ നമുക്ക് തിരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ 5 ഗ്ലാസ് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഫില്ല് ചെയ്യുന്നത് 3 ഗ്ലാസ്സേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 ഗ്ലാസ് ഫില്ല് ചെയ്യുന്നുള്ളൂ എങ്കിൽ 2 ഗ്ലാസ്സിലെ വാട്ടർ ഇതിനകത്ത് പെൻഡിങ് ആയിട്ട് വരും. അപ്പോൾ 2 ഗ്ലാസ്സിലെ വാട്ടർ പെൻഡിങ് ആയിട്ട് വന്നാൽ അത് ബോട്ടിലിൻ്റെ എത്ര ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ ഫ്രാക്ഷനൊക്കെ ഇട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാനായിട്ട് നമുക്കൊന്ന് എളുപ്പ വഴി ചെയ്യാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് 3/4 ആണ് വാട്ടർ ഉള്ളത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മളങ്ങ് വിചാരിക്കുകയാണ് നമ്മുടെ ബോട്ടിലിനകത്ത് 4 ലിറ്റർ ഉണ്ടെങ്കിലാണ് വാട്ടർ ഫില്ലാവുന്നത്. കാരണം 3/4 എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ് ആ 4നെ എടുക്കുന്നത്. 4, 40, 400 ഏതിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 4 ലിറ്റർ ഉണ്ടെങ്കിൽ ഫില്ലാവുമെന്ന് വിചാരിക്കും. എങ്കിൽ ഇപ്പോൾ എത്ര ലിറ്ററാണ് ഉള്ളത്? 3 ലിറ്റർ അല്ലേ? കാരണം 3/4 പോർഷനാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് 3 ലിറ്ററാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 4 ലിറ്റർ കൊള്ളുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉള്ളത് 3 ലിറ്ററാണ്. ഇനി പറഞ്ഞേക്കുന്നത് ഈ 3 ലിറ്റർ കൊണ്ട് നമുക്ക് 5 ഗ്ലാസ് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ 5 ഗ്ലാസ് ഫില്ല് ചെയ്യാൻ വേണ്ടത് 3 ലിറ്ററാണ്. അപ്പോൾ 5 ഗ്ലാസ്സിന് 3 ലിറ്റർ ആണെങ്കിൽ ഒരു ഗ്ലാസ്സിന് എത്ര വരുന്നത്? ഒരു ഗ്ലാസ്സിനാകുമ്പോൾ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 3/5. അപ്പോൾ ഒരു ഗ്ലാസ് നിറയ്ക്കാൻ 3/5 മതി. ഇനി പറഞ്ഞേക്കുന്നത് നമ്മൾ എത്ര ഗ്ലാസ് നിറച്ചേക്കുവാണ്? 3 ഗ്ലാസ് നിറച്ചേക്കുവാണ്. അപ്പോൾ 3 ഗ്ലാസ്സിന് എന്ന് പറഞ്ഞാൽ × 3 ചെയ്താൽ പോരെ. അപ്പോൾ × 3 ചെയ്യുമ്പോൾ 3 ഗ്ലാസ് ആവും. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് 3 ഗ്ലാസ് നിറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളത്തെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം മൊത്തം 5 ഗ്ലാസ്സിൽ നിറയ്ക്കാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ അത് 3 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുള്ളൂ എങ്കിൽ ഇനി 2 ഗ്ലാസ്സിലേക്കുള്ളതാണ് ബാക്കി വരുന്നത്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ടർ പെൻഡിങ് ആയിട്ട് വരും? 3/5 × 2. കാരണം ഒരു ഗ്ലാസ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 6/5 ആണ്. അപ്പോൾ 6, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6/5 എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ബോട്ടിലിൻ്റെ എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോട്ടിലിൻ്റെ ഫുൾ എത്രയൊക്കെ ഉള്ളൂ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്? 6/5 ആണ്. അപ്പോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പ വഴിയാണ്. അതിനെ ആ ടോട്ടൽ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 6/5 × 4. നമുക്ക് 4ഉം ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് 3/10 എന്ന് കിട്ടും. അതിൻ്റെ മീനിങ് എന്താ? ഇനി ഉള്ളത് നമ്മുടെ ബോട്ടിലിൻ്റെ 3/10 പോർഷൻ ഓഫ് വാട്ടറാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ റിമൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങളിപ്പോൾ 3 ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 3 ഗ്ലാസ്സിന് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ × 3 വരും. എന്നിട്ട് അതിനെ പോയിട്ട് ടോട്ടലായിട്ടുള്ള 3ൽ നിന്ന് മൈനസ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് 6/5 കിട്ടുള്ളൂ. അതിനേക്കാൾ എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എടുത്തേക്കുന്നത് 4 എടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 നമ്മൾ വിചാരിച്ചു. തന്നിട്ടൊന്നുമില്ല, നമ്മുടെ അസംഷനാണ്. കാരണം നമുക്ക് കിട്ടേണ്ടത് ഒരു കറക്റ്റ് എക്സാക്റ്റ് ആൻസർ ഒന്നുമല്ല. ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇത്രയെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടി, ഈ ഫ്രാക്ഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു നമ്പർ എടുത്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 4ൻ്റെ സ്ഥാനത്ത് 40 എടുത്താലും എന്തെടുത്തു കഴിഞ്ഞാലും ഫൈനൽ ആൻസർ 3/10 തന്നെ കിട്ടും. ഇപ്പോൾ ടോട്ടൽ 4 ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ 3/4 പോർഷൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 3 ലിറ്റർ ആണ്. അപ്പം 3 ലിറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ മീനിങ് 5 ഗ്ലാസ്സിലേക്ക് 3 ആണ് എങ്കിൽ 1 ഗ്ലാസ്സിലേക്ക് 3/5 ആണ്. എങ്കിൽ 3 എണ്ണത്തിൽ ഓൾറെഡി നിറച്ചു കഴിഞ്ഞു. ബാക്കി ഇനി 2 ഗ്ലാസ്സിലെ വെള്ളം കാണും. ദാറ്റ് ഈസ് 3/5 ഇൻറ്റു 2 ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് 6/5 ബാക്കിയുണ്ട്. 6/5 ടോട്ടലിൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മുടെ ആൻസർ 3/10 എന്ന് കിട്ടുന്നത്. ഇൻ ദി അഡ്ജോയിനിങ് ഫിഗർ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ടി ഈസ് ഈക്വൽ ടു പൈ 3π/2 2π 5π/2. നമുക്കൊരു സ്റ്റാറാണ് തന്നേക്കുന്നത്. സ്റ്റാറിനകത്തുള്ള ഈ 5 ആംഗിളൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന 5 വെർട്ടെക്സും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൻറ്റഗൺ അല്ലേ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പെൻറ്റഗൺ വരച്ചു കഴിഞ്ഞാൽ പെൻറ്റഗണിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്റ്റാർ ഫോം ചെയ്യാൻ പറ്റുന്നത്? ഇതേ കണക്ക് ഡയഗണൽസ് നമ്മൾ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാറാണ് ആണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറിൻ്റെ ഈ ആംഗിൾസുകളാണ് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഇതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ പെൻറ്റഗണിൻ്റെ ആംഗിൾസ് എടുത്താൽ മതി. പെൻറ്റഗണിൻ്റെ ആംഗിളുകൾ ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്? നമുക്കറിയാം ഒരു റെഗുലർ പോളിഗണിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ആംഗിൾ n-2 × 180 ആണ്. അപ്പോൾ ഇവിടെ n-2 × 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് നമുക്ക് 5 ആണ്. 5 - 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 × 180 എന്ന് കിട്ടും. ഈ 3 × 180 കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് പെൻറ്റഗണിൻ്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് കിട്ടുന്നത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിനെ 540 എന്നൊക്കെ കിട്ടും. നമ്മളതൊന്നും ചെയ്യേണ്ട, തൽക്കാലം ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ 3 × 180 ആണ്. ഇത് നോക്കിയേ, പക്ഷേ ഈ ആംഗിളുകൾ ഫുള്ളായിട്ട്, അതായത് ഇവിടുത്തെ ഒരു 3 പോർഷനുണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3, അതായത് ഓരോ ആംഗിളിൻ്റെയും 1/3 പോർഷൻ മാത്രമേ നമ്മുടെ സ്റ്റാറിനകത്ത് വരുന്നുള്ളൂ. ബാക്കി 2 പോർഷൻ അവിടെ കളയുവാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സം ഓഫ് ദ ആംഗിൾസ് എത്രയാണോ അതിൻ്റെ 1/3 മാത്രം മതി സ്റ്റാറിൻ്റെ ആംഗിൾ ഫോം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ സ്റ്റാറിൻ്റെ ആംഗിൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇതിന് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 180 എന്ന് കിട്ടും. അതായത് ആൻസർ എന്താണ്? പൈ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും എപ്പോഴും ഒരു സ്റ്റാറിൻ്റെ ആംഗിളുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും 180 ആയിരിക്കും. പ്രോബ്ലം ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 3/2001 മൈനസ് 2/2001. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 3യുടെ പവറും 2ൻ്റെ പവറുമാണ് നമുക്ക് വേണ്ടത്. 3യുടെ പവേഴ്സ് എടുത്ത് പോകുമ്പോൾ ഏതാ കിട്ടുന്നത്? 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 സ്ക്വയർ ആകുമ്പോൾ അത് 9 ആവും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. അതായത് യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. അടുത്ത 3/4 ആകുമ്പോൾ അത് 81 ആവും. ഇപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. വീണ്ടും അടുത്ത പവർ എടുക്കുമ്പോൾ ഇനി നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി 81 × 3 എത്രയാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റ് മാത്രം നമുക്ക് മതി. അതായത് ഇതിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന യൂണിറ്റ് ഡിജിറ്റ് ഏതാണോ അതിനെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. ദാറ്റ് ഈസ് 1 × 3 വീണ്ടും 3 കിട്ടും. ആ 3 × 3 വീണ്ടും 9 ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് നമ്മൾ 3യുടെ പവേഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് 3971ൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അടുത്തത് വീണ്ടും 3 വരും. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ തന്നിരിക്കുന്നത് ഒരു 4 എണ്ണയിലേക്ക് വന്നേക്കുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ് പവറായിട്ട് വരുന്നതെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അപ്പം 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണെങ്കിൽ അത് 3ലോട്ട് പോകും. 2 കൂടുതലാണെങ്കിൽ 9ലോട്ട് പോകും. 3 കൂടുതലാണെങ്കിൽ 7ലോട്ട് പോകും. 4 കൂടുതലെന്ന് പറഞ്ഞാൽ വീണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾ ആവൂലേ? അത് വീണ്ടും 1 വരും. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൻ്റെ പ്രത്യേകത. ഇനി 2ൻ്റെതാണെങ്കിലോ, 2ൻ്റെ ആണെങ്കിൽ 2/1 2 ആണ്. 2 സ്ക്വയർ 4 ആണ്. 2 ക്യൂബ് 8 ആണ്. അടുത്ത 2/4 എടുക്കുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 എന്ന് വരും. അടുത്ത ഇനി ഏതാ വരുന്നത്? അടുത്ത് വീണ്ടും ഒരു 2 എടുക്കുക. വീണ്ടും 2 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് വീണ്ടും 2 ആണ് വരുന്നത്. കാരണം 32 വരും. അല്ലെങ്കിൽ 6 × 2 എന്നുള്ള രീതിയിൽ 12 വീണ്ടും 2 വരും. 4 8 6 വരും. അതായത് 2ൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 4 8 6 ആണ്. നമുക്ക് തന്നേക്കുന്ന 3/2001 അല്ലേ വേണ്ടത്. ഇനി ഇതെല്ലാം 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ്. അപ്പം 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ വന്നാൽ 4ൻ്റെ മൾട്ടിപ്പിൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. 2001 അടുത്തുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 2000 ആണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും 3/2000ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 1 ആയിരിക്കും. അതേപോലെ 2/2000ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 2001 അല്ലേ വേണ്ടത്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തതാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഏതാ കിട്ടുന്നത്?
3 വരും. ഇവിടെയാണെങ്കിൽ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഏത് കിട്ടും? 2 വരും. എന്ന് പറഞ്ഞാൽ 3/2001 മൈനസ് 2/2001 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കോൺട്രുവൻറ്റ് ടു, കാരണം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റാണ് പറയുന്നത്, അതായത് മോഡ് 10 വെച്ചാണ് പറയുന്നത്. കോൺട്രുവൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഡിജിറ്റ് മാത്രം മൈനസ് ചെയ്തെടുത്താൽ മതി. 3/2001 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്, അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 3. 2/2001 അതേ കണക്ക് 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്, അതുകൊണ്ട് ഡിജിറ്റ് 2. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് നമുക്ക് 1 ആയിരിക്കും. അങ്ങനെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ചെയ്യാൻ പോസിബിൾ ആണോ എന്ന്. കാരണം 2ൻ്റെയും 3യുടെയും ഒക്കെ എടുത്തത് കൊണ്ടാണ് നമുക്ക് 4 എണ്ണത്തിൽ ചെയ്യാൻ പറ്റിയത്. ബാക്കി ചെയ്ത് വരുമ്പോൾ ഈ രീതിയിൽ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ 3/2001 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് കൊടുക്കാമായിരുന്നു. എന്താ ഓയിലേഴ്സ് തിയറം പറയുന്നത്? ഓയിലേഴ്സ് തിയറം പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 3യും നമ്മൾ കോൺട്രുവൻസ് എടുക്കേണ്ടത് 10ഉമായിട്ടാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3യും 10ഉം റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ 3 നമുക്ക് ഈ പറയുന്ന നമ്പർ, അതായത് 5/10 എന്ന് പറഞ്ഞാൽ കോൺട്രുവൻറ്റ് ടു 1 mod 3 ആയിരിക്കും, 1 mod 10 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3യും 10ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 3/5/10 ഈസ് കോൺട്രുവൻറ്റ് 1 mod 10 ആണ്. ഇത് നമ്മൾ 5/10 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 5/10 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3/4 ഈസ് കോൺട്രുവൻറ്റ് 1 mod 10 എന്ന് കിട്ടും. ഇനി അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഇനി 2000 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 3/2001 എടുത്താലും അത് കോൺട്രുവൻറ്റ് 1 mod 10 ആണ്. അവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും 3/2001 ആണെങ്കിൽ കോൺട്രുവൻറ്റ് ഒരു 3 അഡീഷണൽ ആയിട്ട് വരും. സോ 3 mod 10. ഇങ്ങനെയാണ് നമ്മൾ ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 3 കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ 2നും ചെയ്യണം. പക്ഷേ 2ന് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞാൽ 2ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. കാരണം അതിനൊരു കോമൺ ഫാക്ടർ 2 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഓയിലേഴ്സ് തിയറം 2/2001 കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ മെത്തേഡിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് 3യിലും ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് 2ലും എളുപ്പത്തിൽ ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്പേഴ്സ് വലുതാണ് എങ്കിൽ അവിടെ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുണ്ടെങ്കിൽ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യുക. ആ സമയത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. ദ ഡിജിറ്റ് 1 ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ എ 2-digit നമ്പർ ഹൂസ് 10th digit ഈസ് x ആൻഡ് യൂണിറ്റ്സ് ഡിജിറ്റ് ഈസ് y. ദെൻ ദ ന്യൂ നമ്പർ ഈസ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 10x + y + 1, 100x + y + 1, 100x + 10y + 1, x + y + 1. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 1നെ കൊണ്ട് നമ്മൾ വെക്കണം. എവിടെ വെക്കേണ്ടത്? ഒരു 2-digit നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലാണ് കൊണ്ടുവയ്ക്കാനുള്ളത്. ആ 2-digit നമ്പറിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ 10th പ്ലേസ് x ആണ്, 1st പ്ലേസ് y ആണ്. അതായത് xy എന്ന് പറയുന്നൊരു ഫോം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ y-യുമായി, 10th പ്ലേസിൽ ആരുമായി? x-മായി. അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഇനി അടുത്തായിട്ട് ആരെ കൊണ്ടുവയ്ക്കണം? 1നെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ നമ്മുടെ പുതിയ നമ്പർ x/1 എന്നുള്ള ഫോമിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ നേരത്തെയുള്ള യൂണിറ്റ് പ്ലേസ് ഇപ്പോൾ 10th പ്ലേസ് ആയി. അതേപോലെ 10th പ്ലേസ് എന്തായി? 100th പ്ലേസ് ആയി. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്? 100x + 10y + 1 എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ സി ആണ്. വാല്യൂ ഓഫ് 0.111 ക്യൂബ് + 0.222 ക്യൂബ് - 0.333 ക്യൂബ് + 0.333 സ്ക്വയർ × 0.222 ദ ഹോൾ സ്ക്വയർ ഈസ്. ഇതിൽ ഏതാ ആൻസർ എന്ന് കണ്ടുപിടിക്കുക. 0, 1, 2, 3 തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ട് ഇതാണ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന 3 നമ്പറിൻ്റെ പ്രത്യേകത എന്താ? 0.111 + 0.222 + -0.333. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 0 അല്ലേ കിട്ടുന്നത്? കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മൾ ഒരു റിസൾട്ട് ഇതാണ്. a + b + c 0 ആണ് എങ്കിൽ a³ + b³ + c³ എന്ന് പറഞ്ഞാൽ 3abc ആയിരിക്കും. അപ്പോൾ അതിവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ a എന്ന് പറഞ്ഞാൽ 0.111 ആണ്, b ഇതാണ്, c ഇതാണ്. എങ്കിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ക്യൂബ് എടുത്താൽ 3abc ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 0.111 ക്യൂബ് + 0.222 ക്യൂബ് + -0.333 ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസിനെ ഇങ്ങനെ പുറത്തെടുക്കാം. കാരണം മൈനസിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ ബാക്കി നമുക്ക് 0.333 ക്യൂബ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 3abc. എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 0.111 × 0.222 × 0.333 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 0.111 എന്ന് പറഞ്ഞാൽ 0.333 അല്ലേ? ഇപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതിക്കൂടെ? 0.333 3abc ആണ്. ഇത് മൈനസ് ആണ്, കാരണം ഈ നമ്പർ മൈനസ് ആണ്. ദാറ്റ് ഈസ് -0.333 സ്ക്വയർ × 0.222 എന്ന് കിട്ടും.
അപ്പം അതിൻ്റെ മീനിങ് എന്താ? ഈ തന്നിരിക്കുന്ന ആദ്യത്തെ 3 ടേമുകളുടെ വാല്യൂ ആണ് -0.333² ഇൻറ്റു 0.222. അത് തന്നെയല്ലേ അടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? 0.333² ഇൻറ്റു 0.222. അപ്പോൾ ഈ മൈനസും പ്ലസും കൂടെ ആഡ് ചെയ്താൽ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ 0യുടെ സ്ക്വയർ എന്താ? 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റേസ്റ്റ് 2 വന്നാലും റേസ്റ്റ് 3 വന്നാലും 10 വന്നാലും എല്ലാം ആൻസർ 0 തന്നെയാണ്. പവർ ഏത് വന്നാലും 0 ആയി പോകും. കാരണം അകത്ത് കിടക്കുന്ന കാൽക്കുലേഷൻ തന്നെ 0 ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, the difference between 0.717171 etc. and 0.7111 etc. ഇതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. വാല്യൂസ് തന്നിട്ടുണ്ട്. 6/89, 1/165, 7/99 ആൻഡ് 1/205 തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്പറിന് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.717171 എക്സെട്ര. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ റെപ്പറ്റീഷൻ വരുന്നത് 2 ഡിജിറ്റ് വെച്ചാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നതിന് 100 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100x കിട്ടും. 100xൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ഡിജിറ്റ് ഇപ്പുറത്തേക്ക് വരും. ദാറ്റ് ഈസ് 71.7171 എക്സെട്ര എന്ന് കിട്ടും. 2 കൂടി അങ്ങ് മൈനസ് ചെയ്യുക. താഴെ നിന്ന് മുകളിലേക്ക് മൈനസ് ചെയ്യുക. 100ൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് 99x ഇസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ എല്ലാം ഡിജിറ്റ് 7171 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഇതെല്ലാം 0 ആയി പോകും. ബാക്കി 71 - 0 നമുക്ക് എന്ത് കിട്ടും? 71 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 71/99 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പറിൻ്റെ വാല്യൂ. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ നമ്പറും കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത് നമുക്ക് y എന്നെടുക്കാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. സോ y ഇസ് ഈക്വൽ ടു 0.7111 എക്സെട്ര ആണ്. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ഡിജിറ്റ് 7 ഫിക്സഡ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ബാക്കിയെല്ലാം 1 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കിനി 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 10y ഇസ് ഈക്വൽ ടു 7.111 എക്സെട്ര. രണ്ടും കൂടെ മൈനസ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 9y ഇസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരെണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം മൈനസ് ചെയ്യുമ്പോൾ 0 ആയി പോകും. 1 - 1 1 - 1 എല്ലാം 0 ആയി പോകും. ഇവിടെ വരുമ്പോൾ 1 മുകളിലോട്ടാണ് മൈനസ് ചെയ്യുന്നത്. 1 - 7 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാ മൈനസ് ചെയ്യുന്ന രീതിയിൽ മൈനസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ 4 ആവും. ഇപ്പുറത്തുനിന്ന് എടുത്ത് പോയത് അങ്ങനെ നമുക്ക് ആൻസർ 6.4 എന്ന് കിട്ടും. സോ വൈയുടെ വാല്യൂ എത്രയാണ്? 6.4/9 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 64/90 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ 71/99 കിട്ടി. അടുത്ത വാല്യൂ എന്തും കിട്ടി? 64/90 കിട്ടി. എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതിയല്ലോ. കാരണം ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 71/99 - 64/90. രണ്ടും കൂടെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? LC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9990 ആയിരിക്കും. രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 710 - 990. 90 കൂടെ ക്യാൻസൽ ആവുന്ന സമയത്ത് 11 വരും. ദാറ്റ് ഈസ് 11 × 64 എന്ന് വരും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 704 എന്ന് കിട്ടും. രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 6/990 എന്ന് കിട്ടും. 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/165 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/165 ആണ്. ദ ഡയമീറ്റർ ഓഫ് എ സ്പിയർ whose surface area and volume are numerically the same is 15, 12, 9, 6. സ്പിയറിൻ്റെ സർഫസ് ഏരിയയും വോളിയമും ഈക്വൽ ആണ്. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4πr² ആണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4/3πr³ ആണ്. രണ്ടും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. r²ഉം ഇവിടെ നിന്ന് ഒരു r² കട്ടായി പോവും. പൈയും ക്യാൻസലായി പോവും. 4ഉം 4ഉം ക്യാൻസലായി പോവും. ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് r is equal to 3 എന്ന് കിട്ടും. r 3 ആണെങ്കിൽ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 6. നെക്സ്റ്റ് പ്രോബ്ലം, ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ആൾട്ടിറ്റ്യൂഡ് √3. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് നമുക്ക് √3 എന്ന് തന്നിരിക്കുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും സെയിം ആയിരിക്കും. നമുക്കതിനെ a എന്ന് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് √3 എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3a/2. സോ √3a/2 ആണ് നമുക്ക് √3 തന്നേക്കുന്നത്. √3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ a is equal to 2 എന്ന് കിട്ടും. അതിൻ്റെ മീനിങ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും 2 ആണ്. എങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ½ BH ആണ്. ദാറ്റ് ഈസ് ½ ഇൻറ്റു ബേസ് നമുക്ക് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് ഓൾറെഡി √3 തന്നിട്ടുണ്ട്. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏരിയ ഈസ് ഈക്വൽ ടു √3. കറക്റ്റ് ആൻസർ B ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ x ഈക്വൽ ടു √7 - √5, y ഈസ് ഈക്വൽ ടു √3 - √11. ഇതിലേതാണ് ഈക്വൽ എന്നാണ്.
നമുക്ക് ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓപ്ഷൻ്റെ പ്രത്യേകം നോക്കിയേ, എക്സ് ലെസ് ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഈക്വൽ ടു വൈ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇനി എക്സ് ലെസ് ദാൻ വൈ ആണ് ആൻസർ എങ്കിൽ ഓൾറെഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈയും ആൻസർ ആയിരിക്കും. കാരണം എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ മീനിങ് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ലെസ് ദാൻ വൈക്ക് ആൻസർ ആവാൻ പറ്റില്ല, കാരണം രണ്ട് ആൻസറായി പോവും. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു വൈ വന്നാലും രണ്ട് ആൻസറായി പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും ഈ എയും സിയും ഡിയും ഒരിക്കലും ആൻസർ ആവില്ല. കാരണം അവയിൽ 3 പേരിൽ ആര് ആൻസർ ആയി കഴിഞ്ഞാലും ഒന്നിൽ കൂടുതൽ ആൻസർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും ആൻസർ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിരിക്കും. പക്ഷെ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതി വെച്ചിട്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താണെന്ന്. പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ രീതിയിലൊക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്ന 2 നമ്പർ √5ഉം √7ഉമാണ്. എന്താ √5ൻ്റെയും √7ൻ്റെയും പ്രത്യേകത? √5ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ 4 ആണ്. അതായത് √4 2 ആണ്. അതുകൊണ്ട് തന്നെ √5 പറഞ്ഞാൽ 2 പോയിൻറ്റ് ഏതോ ഒരു നമ്പർ ആയിരിക്കും. അതേപോലെ √7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത 9 വന്നാലേ 3 കിട്ടുള്ളൂ നമുക്ക്. അതും ഒരു 2 പോയിൻറ്റ് നമ്പറാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 ആണ്. അടുത്ത പറഞ്ഞേക്കുന്ന നമ്പർ ഏതാണ്? √11ഉം √13ഉമാണ്. 11 എന്ന് പറഞ്ഞാൽ 3ക്ക് ശേഷം വരുന്ന നമ്പറാണ്. അതുകൊണ്ട് ഇതൊരു 3 പോയിൻ്റ് ആയിരിക്കും. 13 വന്നാലും 3 പോയിൻ്റ് ആയിരിക്കും. കാരണം 16 ആയാലേ അടുത്ത 4 വരത്തുള്ളൂ. ഇവിടെയും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 2 പോയിൻ്റ് വരുന്ന 2 നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, 3 പോയിൻ്റ് വരുന്ന 2 നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഏതാ ചെറുത് ഏതാ വലുത് നമുക്ക് വീണ്ടും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5ൻ്റെയും 7ൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9 ഇത്രയും നമ്പർ എടുത്ത പ്രത്യേകത എന്താ? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 2 ആണ് അതിൻ്റെ റൂട്ട്. അതേപോലെ 9 എടുത്തു കഴിഞ്ഞാൽ 3 ആണ്. ബാക്കി ഈ ഇടയ്ക്ക് വരുന്ന 4 നമ്പേഴ്സിൻ്റെ ആൻസറും 2 പോയിൻ്റ് ആയിരിക്കും. ഇതേപോലെ 9, 10, 11, 12, 13, 14, 15, 16 ഇത്രയും നമ്പർ എടുത്താൽ 9 വന്നാൽ ആൻസർ 3 ആണ്, 16 വന്നാൽ ആൻസർ 4 ആണ്. ബാക്കി ഈ മിഡിൽ കിടക്കുന്ന 6 നമ്പേഴ്സ് ഉണ്ട്. 6 നമ്പേഴ്സിൻ്റെ വാല്യൂ 3 പോയിൻ്റ് ആണ്. ഇപ്പം എക്സാക്റ്റ് വാല്യൂ അല്ല പറയുന്നത്, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ 2നും 3നും ഇടയ്ക്കുള്ള ഒരൊറ്റ ഡിഫറൻസ് ആണ്. ആ 2 പോയിൻ്റ് നമ്മൾ 4 പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതെത്ര പേർക്കാ? 6 പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഓരോ നമ്പറിലേക്ക് വരുമ്പോഴും ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ആൻസർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്തായാലും ഡിഫറൻസ് എടുത്ത് പോകുമ്പോൾ ഇവിടെ വരുന്ന നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും വലുതായി നിൽക്കുന്നത്. കാരണം ഇത് 4 പേരിലേക്ക് ഡിവൈഡ് ചെയ്ത നമ്പറാണ് നമുക്ക് മൈനസ് ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ 6 പേരിലേക്ക് ഡിവൈഡ് ചെയ്ത നമ്പറാണ്. ആ രീതിയിൽ നമുക്ക് പറയാം ഇവിടെ വരുന്ന നമ്പറിൻ്റെ ഡിഫറൻസ് ആയിരിക്കും വലുത്. അതായത് √7 √5 തമ്മിലുള്ള ഡിഫറൻസ് ആണ് വലുത്. ഇതിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഈ കറക്റ്റ് ആൻസർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്താണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയാണ്. ഇഫ് ദ കോമൺ റേഷ്യോ ഓഫ് ദ ജിയോമെട്രിക് സീക്വൻസ് P, Q, R, etc. ഈസ് ക്യാപിറ്റൽ R, then the common ratio of the geometric sequence 1/p², 1/q², etc. ഈസ് 1/r, 1/r², r². ആദ്യം എന്താ തന്നേക്കുന്നത്? PQR etc. എന്ന് പറയുന്ന ജോമെട്രിക് സീക്വൻസിൻ്റെ കോമൺ റേഷ്യോ ക്യാപിറ്റൽ ആർ ആണ്. എങ്ങനെ കോമൺ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ ആയാലും അടുത്തടുത്തുള്ള 2 ടേമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ കോമൺ റേഷ്യോ R എന്ന് പറഞ്ഞാൽ മീനിങ് Q/P ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പോൾ Q/P ക്യാപിറ്റൽ ആർ എന്ന് കിട്ടി. നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡിൽ നിന്ന് സെക്കൻഡ് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും 1/q²/1/p² ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ 1/p² നമുക്ക് തിരിച്ചെഴുതി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ p²/q² ആയിരിക്കും. ദാറ്റ് ഈസ് p/q ദ ഹോൾ സ്ക്വയർ. ഇനി Q/P R ആണെങ്കിൽ P/Q എന്താ? 1/r അല്ലേ? ദാറ്റ് ഈസ് 1/rൻ്റെ സ്ക്വയർ ആണ്. സോ ദ ആൻസർ ഈസ് 1/r². അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കോമൺ റേഷ്യോ 1/r² ആയിരിക്കും. വാല്യൂ ഓഫ് P ആൻഡ് Q ഫോർ വിച്ച് ദ ഇക്വേഷൻ 3x - 5 + P = qx + 1 possess a unique solution are for all values of P and Q, no values of P and Q, P not equal to 6, Q not equal to 3. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? 3x - 5 + P = qx + 1. എക്സിൻ്റെ ടേം ഒരു സൈഡിൽ കൊണ്ടുവരിക, മറ്റേതിനെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3x - qx എന്ന് കിട്ടും. ദാറ്റ് ഈസ് x × 3 - q. ഈ 2 ടേമുകൾ നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവന്നേക്കുവാണ്. ബാക്കി ടേം അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -5 പോയിട്ട് അവിടുത്തെ 1മായി ചേർന്ന് 6 ആവും.
പി പോയിട്ട് മൈനസ് പി ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 - p/3 - q എന്ന് കിട്ടും. ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണം, അതായത് എക്സിൻ്റെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. എക്സിന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാന്ന് ഞാൻ മീനിങ് എന്താ, ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. ദാറ്റ് ഈസ് 3 - q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ q നോട്ട് ഈക്വൽ ടു 3 ആയിരിക്കണം. അപ്പോൾ q നോട്ട് ഈക്വൽ ടു 3 ആവുമ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ആവുന്നത്. പിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആവാം, കാരണം പിക്ക് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് മുകളിൽ വാല്യൂ മാറി മാറി വരും. ക്യൂവിനും ഏത് വാല്യൂ വേണമെങ്കിലും ആവാം, പക്ഷേ ക്യൂവിന് ആരാവാൻ പറ്റില്ല, 3 ആവാൻ പറ്റില്ല. അപ്പോൾ q 3 അല്ലാത്ത ഏത് പി ക്യൂ എടുത്തു കഴിഞ്ഞാലും തന്നിരിക്കുന്ന ഇക്വേഷന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം, if the sum of 10 consecutive natural numbers is 255, then the last number is 10, 20, 30, 40. അടുത്തടുത്തുള്ള 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം 255 തന്നിട്ടുണ്ട്. ആദ്യം മുതലുള്ളതെന്ന് പറഞ്ഞിട്ടില്ല, ഏതോ 10 എണ്ണവും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ നമ്പേഴ്സിനെ a+1, a+2 എക്സെട്ര a+10 എന്നെടുക്കാം. ഇതിൻ്റെ സം ആണ് 255 തന്നേക്കുന്നത്. ഇത് 10 കൂടെ ആഡ് ചെയ്താൽ 255 കിട്ടണം. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 10 എകൾ കാണും. ഓരോ ടേമിലും ഓരോ എ ഉണ്ട്. ദാറ്റ് ഈസ് 10a പ്ലസ് പിന്നെ അടുത്ത വരുന്ന ടേം 1, 2, 3 എക്സെട്ര 10 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1 + 2 + എക്സെട്ര 10 ഈക്വൽ ടു 255 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ പറയാൻ പറ്റും, 10a പ്ലസ് ആദ്യത്തെ n നാച്ചുറൽ നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ n × n+1/2 ആണ്. സോ ഇവിടെ 10 × 11/2 എന്ന് കിട്ടും. n × n+1/2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ 255 എന്ന് കിട്ടും. 2ഉം 10 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 5 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 55 വരും. അപ്പുറത്തോട്ട് മൈനസ് ചെയ്യുമ്പോൾ 255 - 55 വരും. സോ 10a is equal to 200 എന്ന് കിട്ടും. സോ a is equal to 20. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്, 20 ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്, a+10 ആണ്. അപ്പോൾ 20നോട് കൂടി 10 കൂട്ടുക. സോ ദ ആൻസർ ഈസ് 30. ഫസ്റ്റ് ടേം ചോദിച്ചാൽ പോലും 20 അല്ല, ഫസ്റ്റ് ടേം ആരാണ്, 21 ആണ്. നെക്സ്റ്റ് ടേം ആണ് a+1 ആണ് ഫസ്റ്റ് ടേം. നമ്മുടെ ഇവിടുത്തെ ആൻസർ 30 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 60 meters from the level surface attached to a string inclined at 30 degrees to the horizontal. Then the length of the string in meters is 90√3, 120, 90, 120√3. എന്താ പറഞ്ഞേക്കുന്നത്, എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ആയിട്ട് ഹൈറ്റ് ഓഫ് 60 meters. നമ്മുടെ കയ്യിൽ ഒരു പട്ടമുണ്ട്, അത് 60 മീറ്റർ, നമ്മുടെ ലെവൽ സർഫസിൽ നിന്നും 60 മീറ്റർ ഹൈറ്റിലാണ് പട്ടം പറക്കുന്നത്. ആ പട്ടം ഇരിക്കുന്ന ചരടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടു എ സ്ട്രിങ് ഇൻക്ലൈൻഡ് അറ്റ് 30 degrees to the horizontal. ഇവിടെ നിൽക്കുന്ന ഒരാൾ പട്ടം പറത്തുവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാണ് പട്ടത്തിൻ്റെ സ്ട്രിങ് വരുന്നത്. ഈ സ്ട്രിങ് 30 degree ആണ് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പട്ട ഇവിടെ നിന്ന് ഒരാൾ പറത്തുന്നുണ്ട്. പട്ട ഇപ്പോൾ ഈ പൊസിഷനിലെത്തി. അതിന് ഹൊറിസോണ്ടൽ സർഫസുമായിട്ടുള്ള ഹൈറ്റ് 60 ആണ്, ഈ ആംഗിൾ 30 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്ര, ഈ ഒരു ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ആംഗിൾ 13 തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അറിയാം, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, sin 30 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. sin 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് 60/x. ദാറ്റ് ഈസ് 1/2 ഈസ് ഈക്വൽ ടു 60/x എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. ഞാൻ മീനിങ് എന്താ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 120 ആണ്. ആൻസർ B എന്ന് കിട്ടും.